ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ വോയിസ് ഇങ്ങനെ വീഡിയോ കേൾപ്പിക്കുകയാണ്. അപ്പം ബാക്കി ആൾക്കാരിലേക്കും തള്ളായിരിക്കുമെന്ന്. എന്നാൽ ഇതാണ് ഫോൺ നമ്പർ പുള്ളിയുടെ, ഞാൻ വീഡിയോ കാണിക്കാണ്ട്. ഇതാണ് കൊളുത്തുപുഴ ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത്. അഞ്ചലിനും കൊളുത്തുപുഴയ്ക്ക് ഇടയ്ക്കാണ് സ്ഥലം. തിങ്കൾ കരിക്കവും. മനുഷ്യന്മാർ കറുത്താൽ വിലയില്ല, ആട് കറുത്താൽ പൊന്നു വിലയാണ്. ഇത് ആടിനാട് വിളിക്കുകയാണ്. നമ്മുടെ ഇനി ആട് കൊടുക്കാനായിട്ട് കൂടി ഇപ്പോൾ 10-15 ആട്. ഈ ബാക്കി കുറച്ച് ആടുണ്ട്, അതിന് ഒരു കഥയുണ്ട്, പറഞ്ഞുതരാം. അതുകൊണ്ട് ഇത് കണ്ട നല്ല കപ്സ മന്തി പരുവമുള്ള ആടാണ് വന്നേക്കുന്നത്. 300 ആട്, 365 രൂപ വെച്ച് 300 ആടിനെ വേണോ? നമ്മളിവിടെ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒന്നും കൊടുക്കുന്നില്ല. അതാണ് ഈ ആട് കണ്ട എന്തോ ഒരു ഫിനിഷിങ് നോക്കി ഇതിൻ്റെ ഇറച്ചി. ഇതെല്ലാം കപ്സ മന്തിക്ക് പറ്റിയ ആടുകളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ 3-4 ടൈപ്പ് ആടുകളുണ്ട്. ഇറച്ചി പരുവത്തിനുള്ള ആടുണ്ട്. ഇത് കണ്ടോ, ഇത് ഫിനിഷിങ് കണ്ടോ? ഈ ആടാണ് കപ്സ മന്തിക്കുള്ള ആട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷവായിയുടെ കോഴിയുടെ വില വേറെയും സാധാ കോഴിക്കുള്ള വില വേറെയും അതുപോലെ തന്നെയാണ് ആടിലും. ഇത്രയും നാൾ വരെ കോഴി നമുക്ക് കടയിൽ പോയാൽ തൂക്കി വാങ്ങിക്കാം, പോത്തിനെ തൂക്കി വാങ്ങിക്കാം. കോഴിക്ക് ഇന്ന് വില 110 രൂപയാണ് കിലോയ്ക്ക്. പോത്തിന് 150 രൂപ മുതൽ 170 രൂപ വിലയുണ്ട്. നിങ്ങളെങ്ങും കേട്ട് കാണത്തില്ല ആടിനെ തൂക്കി വാങ്ങാൻ പറ്റുന്നത്. മിക്കതും ബ്രോക്കർമാരെന്ത് ചെയ്യും, ഈ ആടിനെ എടുത്തിട്ടാണ് ഈ ആടിന് ഇത്ര വില ചേട്ടാ, ഒരു 6000 രൂപ വില അല്ലെങ്കിൽ 7000 രൂപ വില എന്ന് പറയുമോ. എന്നിട്ട് ഇതിൽ പറയുകയാണ് ഇത് 10 രൂപ ഇറച്ചിയാണെന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആടിനെ, ഇത്രയും ആട് കണ്ടോ, ഇത് മൊത്തം കിടാളാണ്. ഈ കൂട്ടി മൊത്തം കിടായും. ഈ കൂട് മൊത്തവും കുറാല് പെൺകുട്ടി കണ്ടോ. ഈ കൂട് മൊത്തവും കുറാലെന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പെണ്ണാടാണ് മൊത്തം ഉള്ളത്. ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. നോക്കിയേ, വലിയ ആടുകളെല്ലാം നമ്മൾ റേറ്റ് കുറച്ച് ഭയങ്കരമായിട്ട് പോകുന്നത്. ഈ ഇങ്ങനെയുള്ള മന്തി ആടുകൾ മാത്രമാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്നും കൊടുക്കുന്നില്ല. ഞങ്ങൾ പച്ചവെള്ളവും പിന്നെ നമ്മുടെ ഉണക്കിയ പ്ലാവലയല്ലേ, ഇതാണ് ഇതിൻ്റെ ആഹാരം മെയിനായിട്ട്. നമ്മളിവിടെ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒന്നും കൊടുക്കുന്നില്ല. അതാണ്ട് ചോളം പിന്നെ ധാന്യത്തവിടുകൾ എല്ലാം കൂടെ മിക്സാണ്. ഇതിനെല്ലാം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം വേസ്റ്റാണ്. ഇതെല്ലാത്തിൻ്റെ ഒറിജിനൽ, ഇതിൻ്റെയൊക്കെ എണ്ണ ആട്ടിന് ശേഷം മാത്രമുള്ള വേസ്റ്റാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഇത് നമ്മൾ എല്ലാം കൂടെ വാങ്ങിച്ച് കളക്ട് ചെയ്തിട്ട് ഇതിന് മിക്സ് കൊടുക്കുക ചെയ്യുന്നത്. കാരണം പച്ചില കൊടുത്താൽ പെട്ടെന്ന് വയറ്റിന് കേടുവരാൻ സാധ്യത ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഒന്നാമത് ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട്, ഇലയിലൊക്കെ തളുത്ത് വരുവാണ്. നമ്മൾ ഇത്രയും ആടിന് നമ്മൾ പച്ചില കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് വയറിന് മോശം കംപ്ലയിൻറ്റ് വരും. പ്ലാവല കൊണ്ടുവന്നാൽ പോലും ഒരു ദിവസം ഉണക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഈ ആടെല്ലാം നമുക്ക് ഒരു ഓർഡർ ഉണ്ട് കൊച്ചിയിലേക്കും. പിന്നെ കണക്ക് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ആടിൻ്റെ വളർത്തൽ എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അതിനായിട്ട് കർഷകർക്ക് കൊണ്ടുവന്ന ഏതാണ് ഇതൊരു 10-30 കിടായുണ്ട്. അവിടെ എല്ലാം കണ്ടോ, എല്ലാം ചെറിയ സൈസാണ്, ഒരുപാട് ഓവർ സൈസല്ല. എല്ലാം ഒരു 15 കിലോ 10 കിലോ 20 കിലോ ഉള്ള ബോഡി വെയിറ്റുള്ള കിടാകളാണ് ഇതെല്ലാം. ആ കിടക്കുന്ന എല്ലാം പെൺകുട്ടികളാണ്. ഇത്രയും ക്വാളിറ്റിയിലുള്ള പെൺകുട്ടിയാണിത്, ആൺകുട്ടിയല്ല. പെൺകുട്ടിയെ നിങ്ങൾക്ക് എവിടെ കിട്ടുക ഈ വിലയ്ക്ക്? ഇത് നിങ്ങളൊരു വളർത്താറിൻ്റെ പോയാൽ അവൻ പറയും ബദാം കൊടുത്തേ അണ്ടിപരിപ്പ് കൊടുത്താണ് എനിക്ക് 15,000 വേണം 20,000 വേണമെന്നും. ഇതിന് നിസാരം 15 കിലോ 12 വെയിറ്റേ ഉള്ളൂ. എത്ര രൂപ വരും വിലേന്? ഇതിന് 6,000 രൂപ 5,000 രൂപ 7,000 രൂപ വിലയുള്ള കുട്ടികളതല്ല. ഇത് സിരോഹി എന്ന് പറഞ്ഞ ബ്രീഡാണിത്. ഇത്രയും ഫിനിഷിങ് നോക്കി, ഇതുപോലെ ഇത്രയും കുട്ടി. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമന്ത്രിയുടെ ഈ ആടിനെ വളർത്തുന്നതിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കുട്ടി മൊത്തം എല്ലാം ഉണ്ട്. ഒരേ നിരപ്പാണ്ട, എല്ലാം ഒരേ നിരപ്പ്, അല്ലാണ്ട് ഒരെണ്ണം ചെറുത് ഒരെണ്ണം വരുന്നില്ല. എല്ലാം ഒരേ നോക്കിയേ. ഇതൊക്കെ ഗുജിരി എന്ന് പറഞ്ഞ ബ്രീഡാണ്. നോക്ക് കണ്ടോ, ഇതിൻ്റെ സ്കിന്നിൻ്റെ ഫിനിഷിങ് ഉണ്ടോ? ഇത് വാങ്ങിയ ആർക്കും നഷ്ടമുള്ളത്. പക്ഷെ വളർത്താൻ അറിയാവുന്നവർ വാങ്ങണം. ഇത് മൊത്തം ഞങ്ങൾ കട്ടിങ്ങിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് പേര് വന്നിട്ട് അവർക്ക് ഈ പ്രധാനമന്ത്രിയുടെ എന്തൊരു പദ്ധതി ഉണ്ട്, അതിന് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാറ്റിയിട്ട് ഇത്ര ആടിന് ഇത്രയും ഇതൊരു 10-30 പെണ്ണാടും ഉണ്ട്, ഒരു 10-25 ആണാടും ഉണ്ട്. അല്ല ഇതെല്ലാം തീർന്നുണ്ട്, ഫുള്ള് കാലിയായി. നോക്കിയേ, ആ കൂട് മൊത്തം കാലിയായി. 300 ആട് വന്നതാണ്, എല്ലാം കാലിയായി. ഒരു ലോഡിൽ 220-300 ആട് വരും. ഇനി ഈ 2 കളം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി ഫുള്ള് തീർന്നു. ഈ ബാക്കി കുറച്ച് ആടുണ്ട്, അതിന് ഒരു കഥയുണ്ട്, പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിൽ തൊപ്പിക്കാരെന്നൊക്കെ പറയും. ഫുള്ള് ബ്ലാക്കാണ്. ഇതിൻ്റെ വില എത്ര അറിയാമോ നാട്ടിൽ? നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതിനെ വിൽക്കുന്ന ആൾക്കാരത്തെ പോയി ഫുൾ ഒരു തരി പോലും ഇതിൽ വെളുപ്പില്ല, എല്ലാം കറുപ്പാണ്. മനുഷ്യന്മാർ കറുത്താൽ വിലയില്ല, ആട് കറുത്താൽ പൊന്ന് വിലയാണ്. ഈ ആട് നമ്മുടെ നാട്ടിൽ ഹൈബ്രിഡ് ഇനത്തിൽ ഭയങ്കര റേറ്റ് പോകുന്ന ആടാണ്. പക്ഷേ ഇവിടെയും ഇതിന് ഇറച്ചി വിലയുള്ളൂ, മനസ്സിലാക്കിക്കോളി. ഞങ്ങളിത് ഇറച്ചി വിലയ്ക്ക് വെക്കുന്നത്. ഇത് നമുക്ക് മന്തിക്ക് വന്ന ആടാണ്. അപ്പോൾ അത് കുറച്ച് ആടിനെ ഒരാൾ എടുത്ത് മാറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ ആ പുള്ളിയെ ഞങ്ങളുടെ പറഞ്ഞത് ഇത് തൊപ്പിക്കാരൻ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ഇനത്തിൽപ്പെട്ട ആടാന്നുള്ളത്. ഇത്തരം ബ്ലാക്കിനെ മാത്രം പിടിച്ച് ഒരാൾ സെലക്ട് ചെയ്തിട്ടേക്കോ? ഇത് ബ്ലാക്കിനെ മാത്രം. ഇത് മറ്റേ ആടിൽ നിന്ന് ഇതിന് ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട്. ഇതിന് പുള്ളി തന്നെ നമ്മളുടെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെയാണ്. ഇതിന് കൊടുക്കരുതെന്ന് പറഞ്ഞ് പുള്ളി അഡ്വാൻസ് തന്ന്
പുള്ളി തന്നെ ഇങ്ങോട്ട് റേറ്റും പറഞ്ഞെന്ന് മാറ്റിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത്രയും ആടിനെ മൊത്തം മാറ്റി. ഇതിൽ എല്ലാം മുട്ടനല്ല, ഈ വെളുപ്പുണ്ടോ, ഈ വെളുപ്പ് കാണുന്ന എല്ലാം പെണ്ണാടാണ്. അത് 1 2 3 4 5 6 7 ചെറിയ കണ്ടോ, ചെറിയ കളർ ഷെയ്ഡുണ്ട്. ഇപ്പോൾ 2 3, ബാക്കിയെല്ലാം ഫുൾ ബ്ലാക്കാണ്. ഇതിന് മാർക്കറ്റിൽ ഇറച്ചി വിലയല്ല, ഇത് നമ്മുടെ ഈ അമ്പലങ്ങൾ പള്ളികളിലൊക്കെ നേർച്ചയ്ക്കായിട്ട് കൊണ്ടു കൊടുക്കുന്ന ആടാണ് ഈ വരുന്ന ആടെല്ലാം. ഇതിൻ്റെ ബ്ലഡിൻ്റെ കളറും കുറച്ചും കൂടി ഡാർക്ക്നെസ് കൂടുതൽ. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു. നമ്മളിതിൽ ഒരെണ്ണത്തിനെ കട്ട് ചെയ്ത് നോക്കി, അപ്പോൾ കുറച്ചും കൂടെ ഈ ബ്ലഡിന് കുറച്ചും കൂടെ ബ്ലാക്ക് കണ്ടൻറ്റ് കൂടുതലാണ്. മനുഷ്യന്മാർ കറുത്താൽ വിലയില്ല, ആട് കറുത്താൽ പൊന്നു വിലയാണ്, പൊന്നു വില. കറുത്ത ആടിൻ്റെ വില നിങ്ങൾ മാർക്കറ്റിൽ നോക്കിക്കോളി. ചന്തയിൽ പോയാലും ഈ കളറൊക്കെ ഉള്ള ആടിന് സാധാ വിലയായിരിക്കും. പക്ഷേ ഫുള്ള് ബ്ലാക്ക് വരുന്ന ആട് ആണ്, ഇത്തരത്തിൽ ഫുള്ള് ബ്ലാക്ക് വരുന്ന ആടിൻ്റെ വില, എന്ന് പറഞ്ഞാൽ ഇരട്ടി വിലയാണ്. ഇറച്ചിക്ക് ഏതാണ്ട് 1500 മുതൽ 2000 രൂപ വരെ വാങ്ങിക്കും ബ്രോക്കർമാർ. പക്ഷേ ഇവിടെയും ഈ ആടിന് നമ്മൾ കൊടുക്കുന്നത് നിസ്സാരം, നമ്മുടെ വിലയിൽ നിന്നും ഒരു 50 രൂപ മാറ്റി കിലോയ്ക്കാണ് കൊടുക്കുന്നത്. 50 രൂപ, നിസ്സാരം 50 രൂപ മാറ്റിയ വിലയല്ല. ഇത് കസ്റ്റമർ തന്നെ വന്നിട്ട് പറഞ്ഞു ഈ ആടിന് ഇങ്ങനെ കൊടുത്താൽ പറ്റിയിട്ടാണ്. ബാക്കി കറുത്ത 1 2 3 4 5 ആട് വേറൊരു ഏട്ടനുണ്ടെന്ന് അത് പോയി വന്ന ഇതിൽ നമുക്കൊരു 10 15 ആട് മാത്രമേ ഈ സെക്ഷനിലുള്ള ആടുള്ളായിരുന്നു. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ മലയോര മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊളുത്തുപ്പുഴയാണ്. കൊളുത്തുപ്പുഴ ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത്. അഞ്ചലിനും കൊളുത്തുപ്പുഴയ്ക്ക് ഇടയ്ക്കാണ് സ്ഥലം. തിങ്കൾക്കരിക്കവും മാർത്താണ്ഡംകരയും ഒന്നിച്ച് ചേരുന്ന ഒരു വളവുണ്ട്. ആ വളവിൽ അവിടെയാണ് ഞങ്ങളുടെ വെളിയിൽ ബോർഡ് ഇരിപ്പുണ്ട്, NS മലബാറിൽ നിന്ന്. അവിടെയാണ് ഞങ്ങളുടെ ഫാം വരുന്നത്. നമുക്ക് മാസത്തിൽ നേരത്തേക്ക് നമുക്ക് 1500 1800 ആട് വരുമായിരുന്നു. ഇപ്പം നമുക്ക് 1200, ചൂടല്ലേ, ഒരുപാട് ആടിനെ കൊണ്ടുവരാൻ കഴിയില്ല. 1200 ആട് 1000 ആട് ഒരു മാസത്തിൽ വരും. മെയിനായിട്ട് വളർത്ത് പാർട്ടീസല്ല നമ്മളുടെ കൂടുതൽ വാങ്ങിക്കുക, നമ്മുടെ ഇത് കച്ചവടക്കാരാണ് വാങ്ങുക. കാരണം നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്നിട്ട് കച്ചവടക്കാരാണ് കൂടുതൽ വാങ്ങിക്കൊണ്ട്. കാരണം ബാക്ക് ടു ബാക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നെയും കസ്റ്റമർ വാങ്ങിച്ച ആൾ തന്നെ വീണ്ടും വാങ്ങിച്ചാലേ ഒരു ബിസിനസ് വിജയിക്കുകയുള്ളൂ. ഒരു തവണ മാത്രം ഒരാളെ പറ്റിച്ചാൽ പിന്നെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ വളർത്തുകാർ ഒരുപാട് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ അവരോടെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും പറയുന്നുണ്ട്, നിങ്ങൾ വളർത്തുകാർ വാങ്ങുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് നോക്കി വേണം വാങ്ങാനായിട്ട്. വളർത്താൻ എല്ലാ ആൾക്കാരെയും ഒരു സൈഡ് ബിസിനസ്സായിട്ട് ആട് വളർത്തുന്നത്, ഒരു മെയിനായിട്ട് വളർത്തുന്നത് കൂടിപ്പോലെ ഒരു 500 പേരെടുത്താൽ 10 പേരേ ഉള്ളൂ. ആടാണ് ഉപജീവന മാർഗ്ഗം, അല്ല അതൊരു മെയിൻ കണ്ടൻറ്റായിട്ട് വളർത്തുന്ന ഒരു 10 പേര്. ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ കൂടിപ്പോയാലൊരു 10,000 കുടുംബം എടുത്താൽ 10 കുടുംബമേ കാണുള്ളൂ ഈ ആടൊരു മെയിൻ വരുമാനമായിട്ട് കാണുന്ന കുടുംബം. ബാക്കി എല്ലാം ഒരു സൈഡായിട്ട് 1 2 ആടോ അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് തിന്നാനോ അങ്ങനെയായിട്ട് ആട് വളർത്തുക. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൊറോണയ്ക്ക് ശേഷം ആട് വളർത്തൽ വളരെ കുറവാണ്. ഒന്ന്, സർക്കാരിൻ്റെ ഈ തൊഴിൽ പദ്ധതി ഉണ്ടല്ലോ, എന്താ പറയുന്നതിന്, പഞ്ചായത്തുകളിൽ നിന്ന് നമ്മുടെ തൊഴിലുറപ്പ്, അത് കാരണം സ്ത്രീകളെല്ലാം അതിലേക്ക് പോയി. പിന്നെ മൊബൈൽ ഫോണിൻ്റെ അധിക കടന്നു കയറ്റം, അത് കാരണം ആർക്കും ആട് വളർത്താനോ കോഴി വളർത്താനോ ഒന്നിനും സമയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ 700 രൂപ 800 രൂപ കിടന്ന ആട്ടിറച്ചി ഇന്ന് 1000 1100 രൂപ മാർക്കറ്റ് വിലയായി. ഞാനിത് കള്ളം പറയുന്നതല്ല, നിങ്ങൾ കടകളിൽ പോയി തിരക്കി നോക്കിയോ, 1000 രൂപ 1100 വിലയായി. ഇത് കണ്ടോ, ഇത് ആടിനായിട്ട് വിളിക്കുകയാണ്. നമ്മുടെ ഇനി ആട് കൊടുക്കാനായിട്ട് കൂടി ഇപ്പോൾ 10 15 ആട് കൊടുക്കാനുള്ളൂ. ഹലോ ചേട്ടാ, അഡ്രസ്സ് വരുന്നത് നമ്മുടെ കൊളുത്തുപ്പുഴയാണ്. കൊളുത്തുപ്പുഴ നമ്മുടെ വാട്സപ്പിൽ നിന്ന് ഹായ് ഇടുമോ, ഞാൻ ലൊക്കേഷൻ ലിങ്ക് അയച്ചു തരാം. ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് ഉള്ളത്. നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്? തിരുനെൽവേലിയിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മുതലാവൂ? നീ നേരത്തെ ചോദിച്ചായിരുന്നത്. ഒരു 10 ആടെങ്കിലും മിനിമം കൊണ്ടുപോകണം, ഇത്രയും ദൂരമല്ലേ. 50 ആടാ? ശരി ഓക്കെ. ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ വോയിസ് ഇങ്ങനെ വീഡിയോ കേൾപ്പിക്കുകയാണ്. അപ്പം ബാക്കി ആൾക്കാർ വിചാരിക്കും തള്ളായിരിക്കുമെന്ന്. കാരണം ഇതാണ് ഫോൺ നമ്പർ പുള്ളിയുടെ, ഞാൻ വീഡിയോ കാണിക്കാണ്ട്. ഇതാണ് ഫോൺ നമ്പർ. പുള്ളി ഇപ്പോൾ വിളിച്ചാണ് നമ്മളെ തിരുനെൽവേലിയിൽ നിന്ന്. കണക്ക് ചേട്ടൻ്റെ പേരെന്താട്ടാ? സെൽവരാജ്. തിരുനെൽവേലി എവിടാ? ശങ്കരൻകോവിൽ. നേരത്തെ ആടിനെ വളർത്തിയിട്ടുണ്ടോ? നമ്മളിവിടെ ഫാമുണ്ട്, ചെറിയൊരു 10 20 30 ആട് വളർക്കുന്നുണ്ട്. അധികമായിട്ട് ഇപ്പം തുടങ്ങാനുള്ള ഒരു ഇതാണ് നോക്കി. അന്നേരം ഈ ആടിനെ ഞങ്ങൾ ഇതുവരെ വളർത്തിട്ടത്, അതുകൊണ്ടാണ്. ഈ ആടിനെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ആടിനെ വളർത്താൻ പറ്റുന്ന ആടാണ്? ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചതാണ്. ശരി ഓക്കെ. ഞാൻ വീഡിയോയും ഫോട്ടോസ് അയച്ചു തരാം. നിങ്ങൾ നേരിൽ വന്ന് തന്നെ ഈ ആട് വാങ്ങണം കേട്ടോ. അത് ശരി, അത് വരാം. ഓക്കെ ഏട്ടാ. അപ്പൊ നമുക്ക് ഈ അഡ്രസ്സും കാര്യങ്ങളും ഒന്ന് അയക്കണേ. അയക്കാം. ശരി.